ഹലോ ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് അങ്കമാലിക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കാട്ടോ. അപ്പൊ ഇവിടെ നൈസാണ്, ഞാൻ കണ്ടോ ഫുൾ പറമ്പും. നമ്മളുടെ അവിടെ ഇതൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് കുറച്ച് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളുടെ ചേട്ടൻ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കാണാൻ പോവാണ് കേട്ടോ. ഗായ്സ്, ഇതാണ് ചേട്ടൻ കേട്ടോ. ഹായ് പറ, ഹായ് പറ. അത് വെളുപ്പിക്കില്ല ഗായ്സ്, ഞാൻ തെറിപ്പിച്ചു. അവിടെ ആരുമില്ല തോന്നുന്നു. ഗായ്സ്, ആ വീട് നിങ്ങൾ കണ്ടോ? ഞാൻ കാണിച്ചു. ഇത് കണ്ടോ ഗായ്സ്? അപ്പൊ ഗായ്സ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് ബ്ലോഗിങ് അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. പാത്രക്കാട് ഇരിപ്പുണ്ട്, നമ്മളെ നോക്കുന്നു. ഇതാണ് സ്ഥലത്തിന്റെ ഓണർ. നമ്മൾ സ്ഥലത്തിലേക്ക് പോവാണ്. ഇതാണ് മഞ്ഞ അമ്മു, പിന്നെ ഒരു പാണ്ടി കൂടി ഉണ്ട്. വിഷമുണ്ട്, സത്യം പറഞ്ഞ വിഷമം ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. ഇതാണ് കാണിച്ചത് കൂല. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എത്തിയില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന നല്ല പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാ കമന്റ് ബോക്സില്. ചേട്ടനെ ആലോചിക്കാനാണ് മുൻഗണന. എന്താണ് ജാൻമണിനെ പോലത്തെ അങ്ങനത്തെ പെണ്ണുങ്ങളായാലും ചേട്ടൻ സ്വീകരിക്കുന്നതായിരിക്കും. അതെ, പെണ്ണാക്കിയതായാലും മതി. ഹിന്ദുളല്ലേ ചേട്ടൻ? ഇതിൽ വരുമാനം മാസം 3 lakhs. ഗൈസ്, ഇതാണ് ചേട്ടനൊക്കെ വാങ്ങിയിരിക്കുന്ന സ്ഥലം. ഗൈസ്, ഇതാണ്. അപ്പൊ നമുക്ക് ചേട്ടനൊക്കെ ഇങ്ങനെ ജനാല വെച്ചാൽ ഇങ്ങനെ ഒരു വ്യൂ കാണാം. ഞാൻ ഓണറി ബ്ലോഗ് കണ്ടത്. ഗൈസ്, ഇറ്റ്സ് റിയൽ. ഗൈസ്, അപ്പൊ നമുക്ക് സന്തോഷമായിട്ടുണ്ടല്ലേ കാണുന്നത്. അത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ലിറ്റിൽ തിങ്സ് മാറ്റേഴ്സ്. പാടുണ്ടോന്ന് അറിയില്ല കേട്ടോ. നമ്മളെ പാടത്ത് കൂടി പോവാണ്. ഞാൻ വന്നു ചേട്ടൻ. ഗൈസ്, വ്യൂ കണ്ടോ? ചേച്ചിക്ക് മാട്രിമോണി കണ്ടെത്തിയ ആളാ. ഹസ്ബൻഡിനെ വിറ്റോളെ ഞാൻ കെട്ടിട്ട്. പാമ്പുണ്ടാവോ? ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയൂ. ദാസം നമ്മളെ കടിച്ചു ചേട്ടൻ പോയി കളയും. ചേട്ടൻ ആദ്യം വിടാം. ചേച്ചി പോ. ഗായ്സ്, നമ്മളെവിടെയാണ്? അങ്കമാലി വന്നിരിക്കുകയാണ്. അപ്പൊ ഗായ്സ്, നമ്മുടെ വ്ളോഗ് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. നമ്മളൊന്ന് വൈകിട്ട് ഏഴാറ്റുമുഖം പോകുന്നുണ്ട്. സോ അപ്പൊ കാണാം. ബൈ.